ഹലോ, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ വ്യൂ ഒക്കെ കൂടുമ്പോൾ അല്ലെങ്കിൽ അത്യാവശ്യമൊക്കെ റീച്ച് ആവുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് മാത്രം പോരാ, നിങ്ങൾക്ക് അറിയുന്നവർക്ക് അല്ലെങ്കിൽ ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് എല്ലാവരിലേക്കും എത്താൻ കഴിയും കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബൊഗൈൻവില്ലകളുടെ കാലം ഇനിയും കഴിഞ്ഞിട്ടില്ല, ഇനി ഒരു മാസം ഉണ്ടല്ലേ, ഇതിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ബൊഗൈൻവില്ല ഇതുണ്ടോ, ഇതുണ്ടോ ചട്ടിയിൽ വെച്ചേക്കുന്ന ബൊഗൈൻവില്ലയാണ്, ഇങ്ങനെ നീണ്ടു പോയേക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെയുള്ള ബൊഗൈൻവില്ല ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ മുന്നിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പോൾ അതിൽ ഇങ്ങനത്തെ ഉള്ള ബൊഗൈൻവില്ലകൾ എങ്ങനെ ഈ ചെടി മുറിച്ച് മാറ്റാണ്ട് തന്നെ നമുക്ക് പുതിയതായിട്ട് തൈകൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് കേട്ടോ. കൊമ്പുകളിൽ നിന്ന് എങ്ങനെ വേര് പിടിപ്പിച്ച് അത് തൈകളാക്കി മാറ്റാം എന്നുള്ള വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ആവശ്യം ഏത് ചെടിയിൽ നിന്നാണോ നമ്മൾ കമ്പ് ഉണ്ടാക്കേണ്ട ആ ചെടി എടുക്കണം കണ്ടോ. അധികം ഇപ്പോൾ വെയിൽക്കാലം ആയതുകൊണ്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെയിലിനെക്കാട്ടിലും മഴക്കാലത്താണ് കൂടുതൽ ഇങ്ങനത്തെ ചെടികൾ വേര് പിടിപ്പിക്കുന്നതും ഒക്കെ പിടിച്ച് കിട്ടുക. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നല്ല ചൂടാണ്, നമ്മൾ പാലക്കാടാണ്, ഭയങ്കര ചൂടിൽ നിൽക്കുവാണ്. അപ്പോഴും നമുക്കിങ്ങനെ വീഡിയോ ചെയ്യേണ്ടത് കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനേക്കാട്ടിലും ബെറ്റർ കുറച്ചും കൂടെ ഒന്ന് വെയിൽ കുറവുള്ള സമയത്ത് അല്ലെങ്കിൽ മഴക്കാലം തുടങ്ങിയ സമയത്ത് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. ഈ മുള്ളൊക്കെ നമുക്കിങ്ങനെ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കളയട്ടെ. കാരണം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സേഫ്റ്റി നമ്മൾ ഫസ്റ്റ് നോക്കണം. കണ്ടോ, ഇത് അത്യാവശ്യം വലുപ്പം എത്തിയതാണ് കേട്ടോ, അത്യാവശ്യം മൂത്ത കമ്പാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഭാഗത്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു ബ്ലേഡ് എടുത്തിട്ടുണ്ട്. ഇത് വൃത്തിയുള്ള ബ്ലേഡാണ് കേട്ടോ. അത് സാഫ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കളർ വ്യത്യാസം ഉണ്ടാവും, ബ്ലൂ കളറിൽ അല്ല ഗ്രീനിഷ് കളറിൽ കാണുന്നത്. ആ ബ്ലേഡ് എടുത്തു. ഇതിൻ്റെ ഹാഫ് പൊട്ടിച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ, കുറച്ചും കൂടെ സേഫാണ്. എന്നാലും ഞാൻ മുറിച്ചിട്ടില്ല. അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് വേര് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു റൗണ്ട് അങ്ങനെ ഒരു മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ദാ ഇവിടെ 1.5 ഇഞ്ച് താഴെയായിട്ട് അതേപോലെ നമ്മൾ ഏകദേശം ഒന്ന് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിൽ ചെറുതായിട്ട് ഇതിൻ്റെ തോലില്ലേ, തോലിങ്ങനെ പൊളിച്ച് കളയാം. ഇതേപോലെ ഫുള്ളായിട്ട് കേട്ടോ. ഇവിടെ ചുറ്റും നമ്മൾ കണ്ടോ, ചുറ്റും തോല് ഫുള്ള് കളഞ്ഞു കണ്ടോ. ഇവിടെ നിന്ന് തൊട്ട് ഏകദേശം 1.5 ഇഞ്ച് കേട്ടോ, ഇവിടെ നിന്ന് തൊട്ട് ഇവിടം വരെ ഏകദേശം 1.5 ഇഞ്ച് അല്ലേ, 1.5 ഇഞ്ചോളം നമ്മൾ ഫുള്ളായിട്ട് കളഞ്ഞു. ഇത് സ്കിന്ന് മാത്രമേ കളയുന്നുള്ളൂ കേട്ടോ. ഈ തൊലി മാത്രം കളഞ്ഞിട്ട് അതിൻ്റെ വെള്ള ഭാഗത്തിലേക്ക് തൊട്ടിട്ടില്ല, അത് അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ എടുത്ത് നല്ല വൃത്തിക്ക് കളയണം കേട്ടോ. ഇനി നമുക്ക് മണ്ണാണല്ലേ വേണ്ടത്. അപ്പോൾ മണ്ണും ചകിരിച്ചോറാണ് കേട്ടോ. ട്രീറ്റ് ചെയ്ത് നമ്മൾ കടകളിൽ വാങ്ങിയ ചകിരിച്ചോറാണ് കേട്ടോ അത്. അപ്പോൾ അതിൽ കൃമികളുടെ ശല്യങ്ങളൊന്നും ഇല്ലാണ്ട് അവർ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് തരുന്നതാണ്. ഇതിൽ അമ്ലത്വം എന്നൊക്കെ പറയില്ലേ, ചകിരിച്ചോറിൽ നമ്മൾ ഡയറക്റ്റ് യൂസ് ചെയ്ത് അതിൻ്റെ അമ്ലത്വം കൊണ്ട് ഒരു പശവശപ്പ് ഉണ്ടാവും, അതുകൊണ്ട് ചെടികൾ നശിച്ചു പോവും. അപ്പോൾ അത് അങ്ങനെ വാങ്ങുന്നതിൽ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് മിക്സ് ചെയ്തതാണ്, രണ്ടും പകുതി എടുത്തിട്ട് മിക്സ് ചെയ്ത്. ഇത്രയൊന്നും ആവശ്യമില്ല കേട്ടോ, നമുക്ക് കുറച്ച് അളവിന് മതി. നമ്മൾ എടുത്തപ്പോൾ അത്ര എടുത്തു എന്നുള്ളൂ. ഇനി ഇതിലോട്ട് നമ്മൾ ഇച്ചിരി വെള്ളം കേട്ടോ, കുറച്ച്, ഞാൻ പണ്ട് ഒരിതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പുട്ട് കുഴയ്ക്കുന്ന ആ കൺസിസ്റ്റൻസിയിൽ കണ്ടോ, കുറച്ച് മാത്രം, ഒത്തിരി ആവശ്യമില്ല.
അപ്പോൾ മണ്ണിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അത് ഈ പരുവത്തിലായിട്ടുണ്ട്. നമ്മൾ മണ്ണെടുത്തിട്ട് നമ്മുടെ കയ്യിലിങ്ങനെ എടുത്ത് നന്നായി പിഴിയുമ്പോൾ വെള്ളം താഴെ പോകരുത് കേട്ടോ. ആ കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ നനയ്ക്കേണ്ടത് കേട്ടോ. പിന്നെ നമ്മളിത് എന്താ ചെയ്യുന്ന അറിയില്ലോ, ഇതാണ്ട് ഈ ടേപ്പ്, ഇത് നമ്മൾ ഗ്രാഫ്റ്റിംഗ് ടേപ്പാണ്. ഇതിൽ കുറച്ച് മണ്ണിട്ടിട്ട് നമ്മൾ ആ തോല് കളഞ്ഞ ഭാഗമില്ലേ അവിടെ ഈ മണ്ണ് വെച്ചിട്ട് പൊതിഞ്ഞു കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ കവർ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് കട്ട് ചെയ്തെടുത്ത് അത് 3 ഇഞ്ച് വീതിയുള്ള ടേപ്പാണ് കേട്ടോ. അപ്പോൾ വേറെ നോർമലായിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് കവർ ഉണ്ടെങ്കിൽ അതും മതി കേട്ടോ. നമ്മളിപ്പോൾ ഇതുള്ളത് കൊണ്ട് ഞാനിത് ജസ്റ്റ് ഇങ്ങനെ മുകളിലിങ്ങനെ വെച്ച് കൊടുക്കുക. ഉണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് ഇത് നമ്മൾ അടയൊക്കെ വെക്കുന്ന പോലെ വെച്ചു കൂട്ടാ ഞാൻ. കണ്ടോ, അട പരത്തി വെച്ചേക്കുന്ന പോലെ. ഇനി ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഇതെവിടെയാണ് നമ്മൾ തൊലി കളഞ്ഞ ഭാഗം, അപ്പോൾ അതിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പൊതിയുക. ഉണ്ടോ, അപ്പോൾ അതൊരു കവറിൻ്റെ ഉള്ളിൽ വെച്ചതുപോലെയായി. അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെറിയ കവർ ഉണ്ടാവില്ലേ, ഗ്രോ ബാഗ് പോലത്തെ, അങ്ങനത്തെ ട്രാൻസ്പെറൻറ്റ് കവർ വേണം കേട്ടോ എപ്പോഴും. എന്താ അറിയോ, ഇങ്ങനെ റൗണ്ടിൽ കെട്ടിക്കൊടുക്കുക, അത്രയേ ഉള്ളൂ. നമുക്ക് ഈ കവറില്ലേ, ഈ കവർ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കാം നമുക്ക്. പിന്നെ നമുക്ക് ഓപ്പണായിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റും. ഇപ്പോൾ അത് ഇവിടെ ഓപ്പണാണ്, അപ്പോൾ ഓപ്പണായി വെക്കാൻ പറ്റില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് എടുത്തിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ചുറ്റി കൊടുക്കില്ലേ, അതേപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. മണ്ണ് താഴെ പോവാണ്ടിരിക്കാൻ നോക്കണം. നന്നായി ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കാം കേട്ടോ. കണ്ടോ, നന്നായി ചുറ്റി കൊടുത്തു. ഇനി ഒരു ചുറ്റും കൂടെ ഞാൻ ഇതിലിടുന്നുണ്ട് കേട്ടോ. അത് അത്ര ടൈറ്റ് ആയിട്ടില്ല, അപ്പോൾ നല്ല ടൈറ്റ് ആവാൻ നന്നായിട്ട്, കാരണം മണ്ണ് ഇടയിൽ ഗ്യാപ്പില്ലാതെ അതിൽ ആ സ്കിന്ന് പോയ ഭാഗത്ത് ചേർന്നിരിക്കാൻ വേണ്ടി. അപ്പോൾ അത് ചെയ്തിട്ട് നമ്മൾ ഇവിടെയും ഓരോ കയറും കൊണ്ടോ അല്ലെങ്കിൽ നൂലും കൊണ്ടോ കെട്ടിക്കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കവറൊക്കെ കണ്ടോ, നന്നായി ടൈറ്റിൽ ചുറ്റി കെട്ടിട്ടോ. ചുറ്റി കെട്ടിയാലും ഇത് കുറച്ച് വരും, കാരണം അതിനാണ് നമ്മൾ ഈ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിരുന്നത്. ഇങ്ങനെ ടൈറ്റ്, ഇവിടെയൊക്കെ ടൈറ്റ് ആക്കി കേട്ടോ. ഇനി ഈ സെല്ലോ ടേപ്പ് കൊണ്ട് ഈ മുകളിലും താഴെ മാത്രം കേട്ടോ, നൂല് കൊണ്ട് കെട്ടിയാലും മതിയേ. ഈ കവറിൻ്റെ മുകളിൽ കൂടെ സെല്ലോ ടേപ്പ് കൊണ്ടൊന്ന് കെട്ടി, മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും മാത്രം കേട്ടോ. ഈ മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളമൊന്നും ഇറങ്ങാണ്ടിരിക്കാനുമാണ് നമ്മൾ ഈ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും നന്നായി ടൈറ്റായി കെട്ടുന്നത് കേട്ടോ. പിന്നെ ട്രാൻസ്പെറൻറ്റ് കവർ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇതേപോലെ വേരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേഷൻ കറക്റ്റായി കിട്ടും. അല്ലെങ്കിൽ നമുക്ക് വേര് വന്നോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പറ്റില്ല. ഉണ്ടോ, അപ്പോൾ ഇവിടെ ഒട്ടിച്ചു, ഉണ്ടോ, പക്കയായി കണ്ടോ, കാണുന്നുണ്ടോ. അപ്പോൾ ഇനി ഇതിൽ ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ ഇത് നമ്മൾ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഇത് കൂടെ വേര് വരികയും, നമുക്ക് എന്തായാലും ഈർപ്പം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ആ ഈർപ്പത്തിൽ വേരുകൾ വളരും. അപ്പം വേരുകൾ ഇങ്ങനെ നല്ല ആയിട്ട് ഏകദേശം നന്നായി ഗ്രോത്ത് ആയി എന്ന് നമുക്ക് തോന്നുമ്പോൾ അറിയാലോ, വേരിൻ്റെ വലിപ്പം കണ്ടാൽ അറിയാലോ. ആ സമയത്ത് നമ്മൾ കണ്ടോ, ഇവിടെ കണ്ടോ, ഇത് കുറച്ച് ഓപ്പൺ ചെയ്തിട്ട് ഈ ഭാഗത്തുനിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് വേറെ മാറ്റി നടാം നമുക്ക് കേട്ടോ. അപ്പോൾ നമ്മളിത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഇതേപോലെ മാറ്റി നടുന്ന സമയമാകുമ്പോൾ നമ്മളിത് കാണിച്ചിട്ട്, അപ്ഡേഷനൊക്കെ കാണിച്ചിട്ട് ഇത് മാറ്റി നടുന്നത് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. കണ്ടോ, അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെയ്തു നോക്കുക കേട്ടോ. നമ്മൾ ഈ ചാനലിൽ ചെയ്യുന്നത് നമ്മുടെ കയ്യിലുള്ള ചെറിയ അല്ലെങ്കിൽ നമ്മൾ പ്രാവർത്തികമാക്കുന്ന ചെറിയ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് കേട്ടോ. അല്ലാണ്ട് ഇത് വന്ന് എയർ ലെയറിംഗ് എന്നുള്ള മെത്തേഡാണ് നമുക്ക്.
അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത് മൂലം ചിലപ്പോൾ നല്ല കറക്റ്റായിട്ട് ഇതിന് ക്ലാസ്സിനൊക്കെ പോയി ചെയ്യുന്നവരുടെ അത്ര ക്ലിയർ ആയിട്ട് വരണമെന്നൊന്നുമില്ല. പക്ഷേ വീട്ടമ്മമാർക്കൊക്കെ നമ്മുടെ വീട്ടിലൊരു ഗ്രാഫ്റ്റിംഗ് ടേപ്പും അല്ലെങ്കിൽ ഒരു വൈറ്റ് കളറിൽ ട്രാൻസ്പെറൻറ്റ് കവറും അത്യാവശ്യം കത്രികയും സിസറൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്ലേഡ് ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ രീതികളാണ് നമ്മൾ ചെയ്തു തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.